വെരിക്കോസ് വെയിൻ ഈയിടെയായി എൻ്റെ പ്രാക്ടീസിൽ വളരെയേറെ കണ്ടുവരുന്നുണ്ട്. 30 വർഷമായി പ്രാക്ടീസ് തുടങ്ങിയിട്ടെങ്കിലും ഇപ്പോഴാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിന് പല കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങളിലേക്കും അതിൻ്റെ പ്രതിവിധിയിലേക്കും നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് ചെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ ചങ്ങമ്പള്ളി, ചീഫ് ഫിസിഷ്യൻ ചങ്ങമ്പള്ളി വൈദ്യഭവൻ, ഓങ്കോളജി കൺസൾട്ടന്റ് ചങ്ങമ്പള്ളി റമേഡിയ. എന്താണ് വെരിക്കോസ് വെയിൻ്റെ കാരണങ്ങളെന്ന് നോക്കാം. നമ്മള് ശരീരത്തിൽ ചംക്രമണം തുടങ്ങുന്നത് ഹാർട്ടിൽ നിന്നാണ്. ഹാർട്ടിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് രക്തക്കുഴലുകൾ തിരിച്ച് ഈ ഹാർട്ട് പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും രക്തം എത്തിക്കും. അത് ധമനികൾ എന്നാണ് അതിന് പറയുന്നത്. ആയുർവേദത്തിൽ പറയും ധമനാ ധമിനി എന്ന്. അങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ധമനികളാണ് ഇങ്ങോട്ട് എത്തിക്കുന്നത്. എന്നത് പറയാൻ ഒരു കാരണം കൂടി ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടി പറയുകയാണ്. കാരണം പല ആളുകളും വിചാരം ആയുർവേദത്തിൽ വേണ്ടത്ര അനാറ്റമി ഇല്ല എന്നാണ്. പക്ഷെ കറക്റ്റായിട്ട് അനാറ്റമി ഉണ്ട്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. അനാറ്റമിയും അതിൻ്റെ കുറേ പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വേറെ പറയാം. എന്തായാലും ഈ ഒരു വേർഡ് തന്നെ അതിനൊരു എക്സാമ്പിളാണ് എത്രത്തോളം രക്തക്കുഴലുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള. അതിങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നതും എത്ര എണ്ണങ്ങളുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന ആ പമ്പ് ചെയ്യുന്നതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ബ്രെയിൻ, പിന്നെ നെർവസ് സിസ്റ്റം, ഇതിനൊക്കെ അതിൻ്റെതായ ഫങ്ഷൻസ് വഴി നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്കും രക്തം എത്തിച്ചിട്ട് അത് തിരിച്ച് അവിടുത്തെ ആ രക്തം ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അവിടുത്തെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അശുദ്ധ രക്തം എന്ന് പറയും. എന്ന് വെച്ചാൽ പിന്നെ ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡുമാണ്. അപ്പോൾ ഞങ്ങൾ ഈ അശുദ്ധ രക്തം തിരിച്ച് ഹാർട്ടിലേക്ക് തന്നെ എത്തിക്കണം. ആ എത്തിക്കുന്ന പിന്നെ രക്തക്കുഴലുകളെയാണ് നമ്മൾ വെയിൻ എന്ന് പറയുന്നത്. സിര എന്ന് പറയും ആയുർവേദത്തിൽ. അപ്പോൾ ഈ സിരാഗ്രന്ഥി എന്നാണ് ആയുർവേദത്തിൽ വെരിക്കോസ് വെയിന് പറയുന്നത്. സിരകളുടെ മേലെ തടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ വെയിൻ തിരിച്ചിങ്ങോട്ട് രക്തം പമ്പ് ചെയ്യുന്നതിലുള്ള അപാകതകളാണ് ഏറ്റവും ചെറിയ വാക്കുകളിൽ അല്ലെങ്കിൽ ഈസി ആയിട്ട് പറയാവുന്ന വെരിക്കോസ് വെയിൻ. എന്ന് വെച്ചാൽ ബ്ലഡ് അങ്ങോട്ട് എത്തുന്നുണ്ട് കാലിലേക്ക്, തിരിച്ചിങ്ങോട്ട് കയറുന്നില്ല. അത് വെരിക്കോസ് വെയിൻ കാലിൽ മാത്രമല്ല വേറെ ഭാഗങ്ങളിലും ഉണ്ടാവും. ജെനിറ്റൽസിലൊക്കെ വരുന്ന അവസ്ഥകളുണ്ട്. അത് പ്രത്യേകിച്ചും പ്രഗ്നന്റ് ലേഡീസിലാണ് അത്തരം വെരിക്കോസിറ്റി ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട് ആയുർവേദത്തിൽ പറയുമ്പോൾ. ഒന്ന് ബ്ലഡിൻ്റെ ശുദ്ധി കുറവ്. എന്നുവെച്ചാൽ ബ്ലഡിൽ വേണ്ട ഇൻക്ലൂഷൻസ് ഇല്ലാതിരിക്കുക. പിന്നെ ബ്ലഡിൽ ആവശ്യമില്ലാത്ത ചില ഇൻക്ലൂഷൻസ് വേറെ ഏതെങ്കിലും രീതിയിൽ കടന്നുകൂടുക. അത് ബ്ലഡിൻ്റെ ശുദ്ധി കുറവ്. രണ്ടാമത്തത് ഈ കുഴലുകളുടെ ശക്തി കുറവ്. അപ്പോൾ ഈ വെയിൻ എന്ന് പറയുന്ന ഈ കുഴലുകളുടെ ശക്തി കുറവിന് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. അത് ഭക്ഷണത്തിൻ്റെ പോരായ്മകളാണ്. അപ്പോൾ നമ്മൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റിൽ ആയുർവേദത്തിൻ്റെ മെത്തേഡിൽ ഒന്ന് രക്തശുദ്ധീകരണം, രണ്ടാമത്തത് വെയിന് കട്ടിയും കനവും അതിൻ്റെ സ്ട്രക്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണോ ഒരു വെയിൻ വേണ്ടത് ആ സ്ട്രക്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ഇത് രണ്ടും കൂടാതെ മൂന്നാമത്തെ മെത്തേഡ് സർജിക്കലാണ്. ആയുർവേദത്തിലെ സർജിക്കൽ മെത്തേഡ്. ഞാൻ നേരെ കൂടെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ആയുർവേദത്തിൽ സർജറി ഉണ്ട്. ഞാൻ പല പേഷ്യൻസിനോടും നമ്മൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ ആയുർവേദത്തിൽ സർജറി ഉണ്ടെന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് ആയുർവേദത്തിൽ സർജറി ഉണ്ട്. അതിന് സർജിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ സർജറിയുടെ വലിയ മെത്തേഡിലേക്ക് നമ്മൾ ഈ വെരിക്കോസിന് ആയുർവേദത്തിൽ ചെയ്യാറില്ല. പിന്നെ അതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്ലഡ് കുത്തിക്കളയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇത് ആയുർവേദത്തിലെ സർജനായിട്ടുള്ള സുശ്രുത എന്ന് പറയുന്ന ആചാര്യൻ്റെ ആ അസുശ്രുത സ്കൂൾ ഓഫ് തോട്ടിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ബ്ലഡ് ഏതെങ്കിലും ഒരു ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ട്, ഇപ്പോൾ കാലിൽ നിന്ന് മേലോട്ട് ബ്ലഡ് കയറാൻ വയ്യെങ്കിൽ ആ ഏരിയയിൽ പ്രത്യേക ഏരിയ കണ്ടുപിടിക്കുക, നമ്മൾ എവിടെയാണ് ഇതിൻ്റെ തകരാറെന്ന്. അതിന് നമ്മൾ ആദ്യം ചില സമയങ്ങളിലൊക്കെ ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് പിന്നെ അതിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും, DVD എന്ന് പറയും. അങ്ങനെയൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ അതൊക്കെ നോക്കും. അത് നോക്കി കഴിഞ്ഞിട്ട് സേഫ് ആണെന്ന് ഉറപ്പായാൽ മാത്രം നമ്മൾ ഈ ഏരിയയിൽ ബ്ലഡ് കുത്തിക്കളയും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിക്കവാറും ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ബ്ലഡ് തന്നെയാണ് പോവുക. ഇത് നമ്മളെടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഈ പറയുന്ന തിയറി സത്യമാണെന്നുള്ളത് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലഡ് കുത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം വരെ ഇത് പെയിനും കുറയും, ഇതിൻ്റെ കെട്ടി നിൽക്കുന്നതും കുറയും. പിന്നെ വേറൊന്നുള്ളത് ലീച്ച് തെറാപ്പിയാണ്. ലീച്ച് തെറാപ്പി എന്ന് പറഞ്ഞാൽ അതിന് ആയുർവേദത്തിലുള്ളൊരു തെറാപ്പിയാണ്. അത് കൂടാതെ പഴയ കാലത്ത് ഗ്രീക്ക് ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. പഴയൊരു കാലത്ത് ഒരുപാട് അട്ടകളെ
ലീച്ച് എന്ന് പറഞ്ഞാൽ അട്ടയാണ്. അട്ടകളെ ഇംഗ്ലണ്ടിലേക്ക് ഈ ലീച്ച് തെറാപ്പിക്ക് വേണ്ടിയിട്ട് കയറ്റി കൊണ്ടുപോയിരുന്നു എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. ഇപ്പോൾ പോസ്റ്റ് മോഡേൺ തിയറിയിൽ മീൻസ് പോസ്റ്റ് മോഡേൺ മെഡിസിനിലും ലീച്ചിനെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ലീച്ച് എന്ന് പറഞ്ഞാൽ ഈ അട്ടേനെ കടിപ്പിക്കുമ്പോൾ നമ്മൾ ആ വെയിനിൽ എവിടെയാണ് തകരാറ് നോക്കിയിട്ട് അവിടെ നമ്മൾ അട്ടേനെ കടിപ്പിക്കുമ്പോൾ അട്ടയുടെ വായിലുള്ള ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു സാധനം മൈൽഡായിട്ട് ഇതിനുള്ളിലേക്ക് കയറ്റി കൊടുക്കുകയും അതുകൊണ്ട് ബ്ലഡ് ക്ലോട്ട് ആവില്ല. അത് നിറയെ ഇങ്ങനെ പോരും. ഹെപ്പാരിനൈസിന് പല ട്രീറ്റ്മെൻറ്റ് മോഡേണിലുണ്ട്. ഇതതിൻ്റെ നാച്ചുറൽ മെത്തേഡാണ്. പിന്നെ വളരെ ചെലവ് കുറവുമാണ്. വളരെ ചെലവ് കുറഞ്ഞിട്ട് നമുക്ക് അട്ടേനെ ആദ്യം ട്രീറ്റ് ചെയ്യണം. പിന്നെ കുളയട്ടയാണ്. അട്ട 6 ടൈപ്പിലുള്ള അട്ടകളുണ്ട്. അതിൻ്റെ സൈസും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന അട്ടകളാണ് 6 എണ്ണം. അതല്ലാതെ വേറെയും വെറൈറ്റീസ് ഉണ്ട്. എന്നിട്ട് ഇതിനെ കൊണ്ടുവന്ന് ശുദ്ധജലത്തിൽ ഇതിനെ കഴുകി അതിന് മെഡിസിൻ കൊടുത്തു അതിനെ ട്രീറ്റ് ചെയ്ത് പ്രിപ്പയർ ആക്കി വെച്ചിട്ടുള്ള അട്ടകളുണ്ട്. ഇതിനെ പിടിപ്പിച്ചിട്ട് ഈ ബ്ലഡ് ഊറ്റിക്കളയും. അപ്പോൾ ആ ഭാഗം അങ്ങ് ക്ലീൻ ആയാൽ ഈ ബ്ലഡ് ക്ലീനിങ്ങിൻ്റെ ആ ഒരു ഏരിയ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മസിൽസിനെ അതിൻ്റെ ചുറ്റുമുള്ള മസിൽസിനെ ഈ വെയിനിനെ ഈ രക്തക്കുഴലിനെയും സ്ട്രെങ്തൻ ചെയ്യാണ് വേണ്ടത്. അതിനുള്ള മെഡിസിൻസ് ഇന്റേണൽ ആയിട്ടും കൊടുക്കും. അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടും കൊടുക്കും. നമ്മൾ ആയുർവേദത്തിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് വളരെ മികച്ചതാണെന്ന് തോന്നിയ വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റിലെ ഒരു ആസ്പെക്റ്റാണ് ചുറ്റിലുള്ള മസിലിനെ സ്ട്രെങ്തൻ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം ആ മസിൽ സ്ട്രെങ്ത് കുറയുന്നത് കൊണ്ട് കൂടിയാണ് ഈ ബ്ലഡ് വെസൽസിൽ ഇങ്ങനെ നമ്മളൊരു ഒരു പ്രത്യേക ടെക്സ്ചറിൽ ഒരു ട്യൂബ് പോലെ നിൽക്കുന്നതിന് പകരം ഒരു ക്ലോത്ത് പോലെ അതിങ്ങനെ ലൂസായിട്ട് കിടക്കുന്നത്. അതിനുള്ള ട്രീറ്റ്മെൻറ്റും കൂടി കൊടുക്കും. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ ഇന്റേണൽ മെഡിസിൻസ് ഉണ്ട്. നമ്മൾ പഞ്ചകർമ്മ തെറാപ്പീസ് ഉണ്ട്. അത് കൂടാതെ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ഉണ്ട്. എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലതരം മരുന്നുകൾ ഇതിന് പുറത്ത് വെച്ചിട്ട് കിട്ടും. സാധാരണ നിലയ്ക്ക് നമ്മൾ ഈ ലീച്ച് തെറാപ്പിയോ അല്ലെങ്കിൽ ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയുന്ന കുത്തിക്കളയെന്ന് പറയുന്ന അത് നമ്മൾ നീഡിൽ ഉപയോഗിച്ചാൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് നല്ലത്. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാവുന്ന അങ്ങനെ അപ്ലൈ ചെയ്യാവുന്ന ഒരു മെഡിസിനും കൂടി പറഞ്ഞുതരാം. അതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഒന്ന് ക്യാബേജ് ഓർ ക്യാരറ്റ് എടുക്കാം. എന്ന് പറയുമ്പോൾ ക്യാബേജിൻ്റെ ഇലയിൽ കുറച്ച് പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ്. അതും അതിൻ്റെ കൂടെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എടുക്കാവുന്നത് നവര എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് അരിയാണ്. അത് നവരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അരി വിളയുന്ന അത്രയും സമയം ഇതിന് വേണ്ട ഒരു മെഡിസിനൽ ഗ്രെയിനാണത്. ആ നവരയുടെ അരിയും ക്യാബേജിൻ്റെ ഇല അരച്ചിട്ട് അത് അരച്ച് കഴിഞ്ഞ് അതിൻ്റെ പിഴിഞ്ഞെടുക്കണം. കുറച്ചേ പാടുള്ളൂ. 3 സ്പൂണൊക്കെ പാടുള്ളൂ. അതും പിന്നെ കറ്റാർ വാഴയുടെ നീര് വേണ്ടത്ര എടുക്കാം. ഇത് പൊട്ടാസ്യത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ കുറച്ച് ഹൈ കെമിക്കൽ ഉള്ളതാണ്. അതുകൊണ്ട് വളരെ കുറച്ച് ക്യാബേജിൻ്റെ ഇലയുടെ നീര് ആവശ്യമുള്ളൂ. പിന്നെ അതുപോലെ കുറച്ച് ജടാമയാദി ചൂർണ്ണം അത് പുറത്ത് വാങ്ങാൻ കിട്ടുന്ന 1 സ്പൂണേ ചേർക്കാൻ പാടുള്ളൂ. കാരണം ഞാൻ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം അല്ലാതെ ചെയ്യുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ട്. എന്നാലും കേൾക്കുന്ന ആളുകൾക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറയുകയാണ്. ഈ സാധനങ്ങളെല്ലാം കൂടി ക്യാബേജിൻ്റെ ഇലയുടെ നീര് ഒരു 2 ടു 3 സ്പൂൺ എടുക്കാം. പിന്നെ കറ്റാർ വാഴ നീര് വേണ്ടത്ര എടുക്കാം. പിന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കാൻ വേണ്ടത്ര ഈ നവരെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് പോലെ അത് നവരയുടെ അരി വേവിക്കണം. വേവിച്ച് ഈ സാധനങ്ങളും ചേർത്ത് മിക്സിയിൽ പേസ്റ്റ് ആക്കിയതിന് ശേഷം ഒരു തുണിയിൽ കെട്ടി തേക്കുക. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ബാൻഡേജ് തുണിയിൽ തേക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ കാലിൽ ഡയറക്റ്റ് തേക്കുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ അടർന്ന് വീണുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തുണിയിൽ തേക്കാൻ പറയാൻ ഡയറക്റ്റ് കാലിൽ തേച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിന് ശേഷം ഒരു സ്പൈറൽ പോലെ നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന ബാൻഡേജ് ഉപയോഗിച്ച് ടൈറ്റായിട്ട് കാലിൻ്റെ താഴേന്ന് മേലോട്ട് കെട്ടിപ്പോരുക. ഇതൊരു 21 ഡേയ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വിധം ഈ വെരിക്കോസ് വെയിന് പതിഞ്ഞു പോകുന്നത് കാണാം. പക്ഷേ ഇതൊരു താൽക്കാലിക മെത്തേഡും നമുക്കൊരു ആശ്വാസത്തിന് പെയിനൊക്കെ ഉള്ളൊരു കുറവും ഇതുകൊണ്ട് കിട്ടും. പക്ഷേ ഇതിന് പൂർണ്ണ ചികിത്സ ആവുന്നില്ല. പൂർണ്ണ ചികിത്സ വേണമെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായിട്ട് ചെയ്താൽ തന്നെ മാറ്റം ഉണ്ടാവുള്ളൂ. പിന്നെ വെരിക്കോസ് വെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. പിന്നെ ഉപ്പ് കുറക്കണം, എരിവ് കുറക്കണം, മധുരം കുറക്കണം. അതേസമയം നമ്മൾ സാധാരണ അരി, ഗോതമ്പ് ഭക്ഷണങ്ങൾ കൂടുതൽ വേണ്ടാന്നാ പറയലുള്ളത്. എന്നാലും തവിടുള്ള അരി ഈ വെരിക്കോസ് വെയിനിൽ തവിടുള്ള അരിയുടെ കഞ്ഞി വളരെ ഗുണം ചെയ്യും. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ചര്യകളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആഹാരം വിഹാരമുണ്ട്. നമ്മളിപ്പോൾ ആഹാരത്തിൻ്റെ കാര്യം പറഞ്ഞു, മെഡിസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് ഇതിൽ അനുഷ്ഠിക്കേണ്ടതെന്ന്. അതിൽ ഒരു പ്രധാന കാരണം കൂടുതൽ സമയം നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നൃത്തം വളരെയധികം കുറക്കണം. കൂടുതൽ സമയം നിൽക്കുന്ന ജോലി ചെയ്യരുത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള ഒരു ടെക്സ്റ്റിൽ തന്നെ പറയുന്നത് ബസ് കണ്ടക്ടേഴ്സിന്
ഈ രോഗം വളരെ കൂടുതലാന്ന് പറയും. കാരണം ഒരു വളരെയധികം സമയം ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കൂടുതൽ സമയം നിക്കുന്ന ഒരു ഇതാണ്. നിക്കുന്നതാണ് പറ്റാത്തത്. നടക്കുമ്പോ രക്തചംക്രമണം കൂടും. പക്ഷെ നിക്കുമ്പോ ഒരു ഭാഗത്തേക്ക് സ്റ്റാഗ്നേറ്റ് ചെയ്യും. അതുകൊണ്ട് നിക്കുന്ന ജോലികള് വളരെയധികം കുറയ്ക്കുക. പിന്നെ നമ്മുടെ സ്ത്രീകളില് പലപ്പോഴും അവര് കിച്ചണിലൊക്കെ ആണെങ്കിലും ഒരുപാട് സമയം നിൽക്കും. പലപ്പോഴും ഞാൻ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറുണ്ട്, "നിങ്ങൾ ഇത്രയധികം സമയം നിൽക്കേണ്ടതില്ല. നമുക്ക് ഒരു ശീലം കൊണ്ട് ഇരുന്ന് ചെയ്യാവുന്ന പല ജോലികളും നമ്മൾ നിന്നിട്ടേ ചെയ്യൂ." പഴയ കാലത്തൊക്കെ ആവുമ്പോ അടുപ്പ് താഴെയായിരുന്നു വളരെ പണ്ടത്തെ. അപ്പൊ നമ്മള് കുറേ സമയം ഇരിക്കാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടും. ഇപ്പൊ എല്ലാവരും ടേബിൾ ടോപ്പ് ഏഹ്, ആയിട്ടാണല്ലോ നമ്മുടെ സ്റ്റൗകളൊക്കെ ഉള്ളത്. അപ്പൊ കുറേ സമയം നിന്നിട്ടാണ് ജോലികള് ചെയ്യാ. ഈ നൃത്തം നല്ലൊരു ശതമാനം വെരിക്കോസ് വെയിനിന് കാരണാവുന്നുണ്ട്. പിന്നെ കൂടാതെ ഇതിന്റെ പാരമ്പര്യ ഘടകവും ഇതില് ഒരു പ്രധാനാണ്. പക്ഷെ പാരമ്പര്യമായിട്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മള് കെയർ ചെയ്യുകയും ശ്രദ്ധിക്കുകയും ചെയ്താലേ ഈ പാരമ്പര്യത്തിനെ നമുക്ക് മറികടക്കാൻ പറ്റും. അപ്പൊ ഞാൻ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, പലപ്പോഴും നമ്മളെ വീട്ടില് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കില് സ്ത്രീകള് പലപ്പോഴും കാണാം നിന്നിട്ടാ സംസാരിക്കുക. അവരിരിക്കില്ല. ഗസ്റ്റ് ഇരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ഈ വെരിക്കോസ് വെയിൻ ഉള്ള ആളുകള് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ സമയം ഇരിക്കാം, നടക്കാം. പിന്നെ അതുപോലെ എക്സർസൈസ് എന്ന് പറയുമ്പോ നടക്കുന്ന എക്സർസൈസ് കൂടാതെ ദിവസവും രാത്രി കിടക്കുന്ന സമയത്ത് 2 കൈയും കാലും ഓപ്പോസിറ്റ് കൈ, ഓപ്പോസിറ്റ് കാല് അങ്ങനെ മേലേക്ക് പൊക്കിയിട്ട് മെല്ലെ താഴ്ത്തുന്നതും, കട്ടിലിനെതിരായിട്ട് കാല് മെല്ലെ അമർത്തി പിടിച്ചിട്ട് പിടിക്കുന്നതും ഒരു പരിധി വരെയൊക്കെ ഗുണം ചെയ്യും.